Bobby. Tell me, how can it punish me more? Good evening, Mrs. Prabha Narendran. सब ऊपर वाला जानता है. ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 28 സദ്യ ഉണ്ടാമെന്നാ ഇല്ല നമ്പ്യാരെ. അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ച് ഇങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീവിടുവേ. പുരിഞ്ഞതാ നീ കൊച്ചി നാടുകളിറക്കി എന്നെ കുട്ടിക്കാടാ, നിന്റെ കേസ് തോമ അവധിക്ക് വെച്ചു. ആട് തോമ ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും. അതാണ് എന്റെ ആരോഗ്യ രഹസ്യം. എന്റെ ജീവൻ അല്ല, കൊലകൊമ്പനെ വെടിവെച്ച് വീഴ്ത്താൻ. മോനെ മഹാരാജ്, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും. ആന സൈക്കിൾ ഔട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ മഹാരാജ ഒരു മെലഡി ഉണ്ടാക്കും. കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെൽറ്റായിട്ട് പോകുന്നൊരു അനുഭൂതി ഉണ്ടാക്കും. പ്ലീസ്. എന്താടോ നന്നാവാത്ത? അനായാസേന മരണം വിനാദൈനേന ജീവിതം ദേഹിമ കൃപയാ ശംഭോ ത്വയീ ഭക്തി മഞ്ജല. എന്തായി സാർ, എന്തെങ്കിലും കിട്ടിയോ? ഇത്രയും ദൂരം വന്നതല്ലേ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് വല്ല പെറ്റിയോ മറ്റോ? പോങ്ക സാർ. ओसामा का बेटा है, गमूगा है, दाऊद है, कौन है तो बोल. നീ ചെകുത്താൻ വേദം ഓതുന്നത് കേട്ടിട്ടുണ്ടോ? എസേക്കിയേൽ 25:17. പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല.